ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, വളരെ കാലങ്ങളായി ഹൈന്ദവ സംഘടനകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്നും ഇവിടുത്തെ ക്ഷേത്രങ്ങളെ മോചിപ്പിക്കണം എന്നുള്ളത്. ഈ ക്ഷേത്രങ്ങളെ കറവ പശുക്കളാക്കുന്ന ഒരു സമീപനം പ്രത്യേകിച്ചും ഇടത് സർക്കാരിന്റെ കാലത്ത് അങ്ങേയറ്റം കൂടുകയാണ്. ഇപ്പോൾ ഹൈക്കോടതി വളരെ കൃത്യമായി ഇതിലെ കണ്ണികളെ ഇഴചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് പങ്കുണ്ട്, അനാസ്ഥയുണ്ട്. ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ ഈ വലയിലേക്ക് കൊണ്ടുവരികയാണ്. ഒപ്പം സ്പോൺസറായി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കാണ് സംശയമുന കോടതി ഇങ്ങനെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ കൃത്യമായ ഒരു അജണ്ടയുടെ പുറത്താണ് ഇത്തരത്തിൽ ഈ കൃത്രിമങ്ങളെല്ലാം ദേവസ്വം ബോർഡ് ശബരിമല കേന്ദ്രീകരിച്ച് നടത്തിയത് എന്നല്ലേ ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, വളരെ കാലത്തേക്ക് പ്ലാൻ ചെയ്തിട്ടാണ് പിണറായി വിജയൻ എന്ന വ്യക്തി അധികാരത്തിൽ വന്നത് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. വളരെ കാലത്തേക്ക് കൃത്യമായ അജണ്ടയോട് കൂടി അധികാരത്തിൽ വന്നതാണ്. കാരണം അച്യുതാനന്ദൻ മുഖ്യമന്ത്രി രണ്ടാം തവണ ആവുമെന്ന് പ്രതീക്ഷിച്ചാണല്ലോ ജനങ്ങൾ വോട്ട് ചെയ്തത്. അതിൽ തർക്കമില്ലല്ലോ. CPM-ൽ തന്നെ മുതിർന്ന നേതാക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. അച്യുതാനന്ദൻ രണ്ടാം തവണ വരുമെന്നും കുരിശു കൃഷിക്കാരെയും കയ്യേറ്റക്കാരെയും ഒക്കെ പിടിച്ച് എഴുതെറിയുമെന്ന ചിന്ത വന്നപ്പോൾ അവിടെ കൃത്യമായി മറ്റൊരാൾ രംഗപ്രവേശം ചെയ്യുകയാണ്. അനിയത്തെ കാണിച്ച് ഏട്ടത്തെ കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു പ്രയോഗം. ആ വ്യക്തിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന് അൾട്ടീരിയർ മോട്ടീവ്സ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടുന്ന വിധമാണ് ഇവിടെ ദേവസ്വം ബോർഡിനെ വെച്ചിട്ട് ക്ഷേത്രങ്ങളിൽ കാട്ടിക്കൂട്ടുന്നത്. ഞാൻ ഇതേ ചാനലിൽ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തിരുമാന്താംകുന്ന് ഭഗവതിയുടെ ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു മാതൃകാ രൂപം ഉണ്ടാക്കി വെച്ച് മദ്രസയിലേക്ക് പോകുന്ന മുസ്ലിം പള്ളിയുടെ മുമ്പിലെ മാതൃക പോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ എം ആർ മുരളി എന്ന് പറയുന്ന പണ്ട് CPM-ന്റെ തല്ലുകൊണ്ട് CPM-ന്റെ ക്രൗര്യം മുഴുവൻ അനുഭവിച്ച് അവസാനം വിധേയനായ ഒരാളെയാണ് അവിടെ ദേവസ്വം ബോർഡിന്റെ ആളാക്കി വെച്ചത്, മലബാർ ദേവസ്വം ബോർഡിന്റെ. ഈ ഞാൻ പറഞ്ഞത് സെക്ഷൻ 27 ഓഫ് ദ 1978 ആക്ട് ഉണ്ട്. ഇത് ഗുരുവായൂർ ദേവസ്വം ആക്ട് ഉണ്ട്, ദേവസ്വം ആക്ട് ഓഫ് 1978. 78 ദേവസ്വം ആക്ടിലെ സെക്ഷൻ 27 വെച്ചിട്ട് ഹൈക്കോടതി ചോദിച്ച ചോദ്യമുണ്ട്. എങ്ങനെയാണ് ദേവൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിലെ ദേവൻ ദേവത മൈനറാണ്, പെർപെച്വൽ മൈനറാണ്. ആ മൈനറുടെ സ്വത്ത് എന്തടിസ്ഥാനത്തിലാണ് നോൺ ടെമ്പിൾ കാര്യങ്ങൾക്ക് വേണ്ടി, ക്ഷേത്രത്തിൻ്റെതല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി വഴിമാറ്റി ചിലവഴിക്കാൻ യഥേഷ്ടം ആര് അവകാശം തന്നു? അപ്പൊ നഗ്നമായ ഒരു നിയമലംഘനം നടന്നിട്ട് പോലും ഒരു ചൂടുമില്ലാതെ ഇരിക്കുകയാണ് ഇവിടുത്തെ സാമാന്യ ഹിന്ദു ജനത. അവർ ഈ പറഞ്ഞ പോലെ ഒരു 1/2 കിലോ കടലയ്ക്കും 1 കിലോ പഞ്ചാരയ്ക്കും 1 കിലോ വെളിച്ചെണ്ണയ്ക്കും വേണ്ടിയിട്ട് ഈ വിജയനെ വീണ്ടും വീണ്ടും ജയിപ്പിക്കുന്നതിന്റെ ആ മൗഢ്യത്തെ ഞാനിപ്പോ പരിഹസിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എന്തൊരു മൗഢ്യമാണ് കാണിക്കുന്നത്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്. ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗവും വലിയ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ആ ക്ഷേത്രങ്ങളിലെ ഫണ്ടിന്റെ വെറും 30% ഹിന്ദു സാമാന്യ ജനതയ്ക്ക് വേണ്ടി ഫ്രീ സ്കൂൾസ്, ഫ്രീ ഹോസ്പിറ്റൽസ്, ഫ്രീ കോളേജസ്, ഫ്രീ സിവിൽ സർവീസസ് ട്രെയിനിങ്സ് ഒക്കെ തുടങ്ങാൻ വേണ്ടി സർക്കാർ വിനിയോഗിച്ചാൽ ഇവിടെ മതം മാറ്റാൻ സാധിക്കില്ല. ഒരൊറ്റ ഹിന്ദുവിനും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവില്ല. പക്ഷെ അത് നടക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് താപ്പാനകളെ പോലെ കയറിയിരിക്കുകയാണ് ഇവിടെ ദേവസ്വം ബോർഡ്. ഇത് തീർച്ചയായിട്ടും അങ്ങേയറ്റത് വലിയ കുറ്റകൃത്യമാണ്. പിന്നെ നമ്മൾ കോടതികളുടെ ഒരു സാമാന്യ സ്വഭാവം, ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ കോടതികളിലെ പല വിധികളും ഞെട്ടലുളവാക്കുന്നുണ്ട്. ഇന്നലെ തന്നെ CGI നമ്മുടെ സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് പറഞ്ഞു, ഗവായി പറഞ്ഞു കേട്ടില്ലേ, നിങ്ങളുടെ വിഷ്ണുവിനോട് പോയി ചോദിക്ക്, പ്രാർത്ഥിക്ക് എന്നൊക്കെ. അങ്ങനെയൊക്കെ ഒരു കോടതി പറയുമോ? ജനങ്ങൾ, സാമാന്യ ജനങ്ങൾ അവസാന അത്താണിയായി കാണുന്ന അല്ലെങ്കിൽ അവസാന ആശ്രയമായി കാണുന്ന കോടതികൾ അത്യന്തം ഹിന്ദു വിരുദ്ധമായ പരാമർശങ്ങളിൽ ആനന്ദം പുളകം കൊള്ളുന്ന കാഴ്ച കാണുമ്പോൾ ആരെ ആശ്രയിക്കേണ്ടു എന്ന ചിന്ത വരികയാണ്. ഇപ്പൊ ഒരു കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ സംബന്ധിച്ച് ഒരു കേസ് വരുമ്പോൾ കോടതികൾ പറയുമോ, നിങ്ങൾ കർത്താവിനോട് പോയി പറയും, ഞങ്ങളോട് എന്തിനാ പറയുന്നത്? പറയില്ലല്ലോ. അതിന് ധൈര്യം കാണിക്കില്ല. മുസ്ലിങ്ങളുടെ ഒരു കേസ് വരുമ്പോൾ അള്ളാഹുവിനോട് പോയി പറയുന്നു പറയില്ല. അതേസമയത്ത് ഹിന്ദു ഒരു ഭക്തൻ കേസ് കൊടുക്കുമ്പോൾ ഉടനെ നിങ്ങൾ വിഷ്ണുവിനോട് പോയി പറയും അല്ലെങ്കിൽ രാമനോട് പോയി പറയും എന്ന് പറഞ്ഞ് വിടുന്ന അത്രയും ലാഘവ ബുദ്ധി. അപ്പൊ ഈ ഭാരതത്തിൽ ഒട്ടുക്കും തന്നെ ഹിന്ദു ജനത അനുഭവിക്കുന്ന ഒരു അസംഘടിതമായ, ആരും ചോദിക്കാനും പറയാനില്ല എന്നൊരു ഭാവമുണ്ട്. നേരത്തെ നീലിമ ചോദിച്ചല്ലോ ഒരു ചോദ്യം, ഈ ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടേണ്ടതല്ലേ? അങ്ങനെ ഒരു പ്രശ്നം, അതിലൊരു പ്രശ്നമുണ്ട്. ദേവസ്വം ബോർഡ് ഒരുപാട് ഇതിൽ നിന്ന് കൈയിട്ട് വരികയും വഴിമാറ്റി ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിസ്ഥാനത്ത് തന്നെയാണെങ്കിലും ദേവസ്വം ബോർഡിന് പകരമായി വളരെ സുതാര്യമായ ഒരു സംവിധാനം സൃഷ്ടിക്കുന്നതിൽ ഹിന്ദു സാമാന്യ ജനത പരാജയപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഘടിത സ്വഭാവം ഹിന്ദുവിന് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ മറ്റു കക്ഷികളും മറ്റു താല്പര്യ കക്ഷികളും ഒരു എന്താ പറയാ അള്ളു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്
വിശ്വാസത്തോടു കൂടി ദേവസ്വം ബോർഡ് വേണ്ട, ഞങ്ങൾക്ക് ഭരിക്കാൻ അറിയാമെന്ന രീതിയിലൊരു സംവിധാനം വരുന്നില്ല. വരുന്നത് രാഷ്ട്രീയക്കാരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ചില അജണ്ടകൾ അതിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ശബരിമല വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ശബരിമലയിൽ അയ്യപ്പ സ്വാമിയുടെ ഭക്തന്മാരുടെ സംഘടനയ്ക്കൊക്കെ അപ്പുറത്ത് ഭക്തന്മാരുടെ ഒരു പ്രതിഷേധമാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇനി വലിയ സംഘടനകളെ വലിച്ചു കൊണ്ടുവന്നത്. അതുവരെ എല്ലാവരും പിണറായി വിജയന്റെ അഭിപ്രായക്കാരായിരുന്നു. അതായത് കയറട്ടെ, ആൾക്കാർ കയറട്ടെ, നവോത്ഥാനമല്ലേ, എല്ലാവരും കയറട്ടെ. പക്ഷേ കേരളത്തിന്റെ സെൻസിറ്റിവിറ്റി, ഓരോ കാവിന്റെയും ഇമോഷണൽ കണക്ഷൻ, ഇതിന്റെ ഓരോ ആചാരത്തിന്റെയും വ്യത്യാസം സെമിറ്റിക് മതങ്ങളുടെ പോലെ അല്ല എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പോലില്ലാത്ത ആളുകൾ എങ്ങനെയാണ് ദൈവത്തെ മാറ്റി മറ്റൊരു സംവിധാനം കൊണ്ടുവരിക എന്ന സംശയമാണ് ഇതിന് പിന്നിൽ. ആ സംശയം നമുക്ക് ഹിന്ദു സാമാന്യ ജനതയ്ക്ക് മാറ്റിക്കൊടുക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളിൽ വിവിധങ്ങളായ ആചാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഉണ്ടെങ്കിലും ഞങ്ങൾ ഹിന്ദുക്കൾ എന്ന ഒരൊറ്റ സംജ്ഞയ്ക്ക് കീഴിൽ അണിനിരക്കുന്നവരാണെന്നും ഹിന്ദുക്കൾ ഒന്നിക്കേണ്ട ഘട്ടം. ഒരു സെക്കൻഡ്, ഞാൻ അങ്ങയിലേക്ക് എത്താം. ഡോക്ടർ ബി ജയരാജ്, ഇപ്പോൾ നേരത്തെ ആർ വി ബാബു സൂചിപ്പിച്ചത്, നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ കണ്ടതിനേക്കാൾ വളരെ ഭീകരമായ പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വളരെ കൃത്യമായി ദേവസ്വം ബോർഡിന്റെയും സ്പോൺസറുടെയും അതുപോലെ ഈ ക്രിയേഷൻസിന്റെയും ഒക്കെ ഒരു നെക്സസ് സംശയിക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് കോടതിയുടെ ഈ വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടിയന്തരമായി രാജിവെക്കണം എന്ന ആവശ്യം ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുകയാണ്. ഡോക്ടർ ബി ജയരാജിന്റെ പ്രതികരണം. ഇതിനകത്ത് ആർ വി ബാബു പറഞ്ഞത്, ഇതെങ്ങനെയാണ് സ്വർണം നഷ്ടപ്പെട്ടു പോയെന്നുള്ളതല്ലേ ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത്. അതോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം അന്വേഷിക്കണം. നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള അന്വേഷിക്കണം. അതല്ല ഇവിടെ പ്രശ്നം. പിന്നെ ഡോക്ടർ പി ജയരാജ്, നഷ്ടപ്പെട്ടു എന്ന് ഹൈക്കോടതി പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് എവിടെ നിന്നാണ് നിങ്ങൾക്കൊരു അതിൽ കൺഫർമേഷൻ വരേണ്ടത്, സ്ഥിരീകരണം വരേണ്ടത്? ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് 4 കിലോ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോഴും താങ്കൾക്ക് സംശയമാണോ? ഹൈക്കോടതി ചില പരാമർശം നടത്തിയിട്ടുള്ള അതിന് അപ്പീൽ കൊടുക്കാനായിട്ടുള്ള പരാമർശം മാത്രമല്ല വളരെ കൃത്യമായി 4 കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് ഹൈക്കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തായാലും അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടത്തിയിട്ട് കാര്യം വരട്ടെ. അന്നേരം അത് എങ്ങനെയാണ് ഇത് നഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം അന്വേഷിക്കണ്ടേ. ഏത് രീതിയിലാണ് ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ആരൊക്കെയാണ് ഇതിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് ഇതിനകത്ത് ഭാഗഭാക്കായിട്ടുള്ളവരെന്നുള്ളത്. നേരത്തെ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇത് മൈനറായിട്ടുള്ള ദേവൻ്റെയാണ് സ്വത്തെന്ന് പറയുന്ന ആ വിധി ഉന്നയിച്ചു. സുപ്രീം കോടതി വിധിയുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നടത്തുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇതെടുത്തിട്ട് ഹിന്ദുക്കൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ആരോഗ്യ ചികിത്സയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന്. അതെങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത്? ഈ നിയമം ഉള്ളപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ആ കാര്യങ്ങൾ തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്യുമല്ലേ. ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾ ദേവസ്വത്തിന്റെ പണം എടുത്ത് വേറൊരു കാര്യത്തിന് വേണ്ടി അങ്ങനെ നിയമമില്ലല്ലോ. അതിന് നിയമമില്ലല്ലോ. ആ ദേവന്റെ പണം നിയമമുണ്ടല്ലോ. അതായത് ഹിന്ദു കാര്യങ്ങൾ, റിലീജിയസ് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം. ഹിന്ദുക്കൾ അതാ പറഞ്ഞ, നിങ്ങൾ മതപരിവർത്തന ശക്തികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി നക്കിയിട്ടാണ് ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. താങ്കളുടെ വായന പുറത്തു വന്നു. ഹിന്ദുക്കൾക്ക് ഗുണം കിട്ടരുത് ഈ പണം എന്നുള്ള നിശ്ചയദാർഢ്യം നിങ്ങൾക്കുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഡോക്ടർ പി ജയരാജ്, ഹിന്ദുക്കളുടെ പണം ഹിന്ദുക്കൾക്ക് തന്നെയല്ലേ ഉപയോഗിക്കേണ്ടത്? ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. രണ്ടാമത്തെ പ്രധാന ഞാൻ ചോദിച്ചത് അങ്ങ് ശ്രദ്ധിച്ചോ? അതിനകത്തൊന്നും യാതൊരു സംശയമില്ല. പക്ഷെ ആ പണം വകമാറ്റി ചെലവഴിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ടുള്ള നിയമമുണ്ട്. അത് വകമാറ്റി ചെലവഴിക്കാൻ പറ്റില്ല. മൈനറായിട്ടുള്ള ദേവന്റെ പണം എടുത്തിട്ട് വേറെ ദൈനംദിന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 കോടി രൂപ എങ്ങനെയാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് നിങ്ങൾ വകമാറ്റി ചെലവഴിച്ചത്? അപ്പോൾ ഈ നിയമമൊന്നും നിങ്ങളുടെ മുന്നിൽ ഇല്ലായിരുന്നോ? അതിപ്പോ ഒരു ആരോപണമാണ്. അത് ഇവിടെ കോടതികളുണ്ടല്ലോ. വിദ്യാസാഗർ ഗുരുമൂർത്തിക്ക് അതിനെക്കുറിച്ച് അതല്ലെങ്കിൽ ഇവിടെ ഹൈക്കോടതിയിൽ കൊടുക്കട്ടെ. ഹൈക്കോടതിയുടെ വിധിയൊക്കെ വന്നതാണ് സാർ. ഹൈക്കോടതി വിധിയുണ്ടെന്ന് നിങ്ങൾ എന്ത് കാര്യത്തിലായി പറയുന്നത്? ഹൈക്കോടതി പറഞ്ഞാണ് സർക്കാരോട് തിരിച്ചേൽപ്പിക്കാൻ ആ പണം 10 കോടി രൂപ. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വായ്പ എടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്.
അതായത് ഒരു ദേവസ്വത്തിന്റെ ഫണ്ട് സർക്കാരിന് ആവശ്യപ്രകാരം മന്ത്രിസഭാ തീരുമാനപ്രകാരം വായ്പയായിട്ടാണോ ദേവസ്വം ബോർഡ് വായ്പയായിട്ടല്ലല്ലോ പൈസ നൽകിയത്, അല്ലാത്തതാണെന്നുള്ള ക്ലാരിഫിക്കേഷൻ. CMDRF-ലേക്ക് സംഭാവനയായാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പണം നൽകുന്നത്, അത് വായ്പയല്ല. സംഭാവനയായിട്ടുള്ള വായ്പയല്ല, സംഭാവന കൊടുത്തിട്ട് പറഞ്ഞാണ് ദേവസ്വം ബോർഡിനെ കൂടി ജയിച്ചത്. ദേവസ്വം ബോർഡിനെ കുറിച്ച് ചെയ്യിച്ചതാണോ ദേവസ്വം ബോർഡ് കൊടുത്തതാണോ എന്നുള്ളത് അതല്ലല്ലോ നമ്മളിപ്പോ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്. അയ്യോ, എന്തൊരു ദേവസ്വം ബോർഡ് അധികാരമില്ല, അതിന് ദേവസ്വം ബോർഡ് അധികാരമില്ല വരാത്തതെന്നുള്ളതിന് പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ ചോദ്യം താങ്കൾ പറഞ്ഞു എന്തുകൊണ്ട് ഹിന്ദു ജനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇതിനകത്ത് ചാതുർവർണ്ണ വ്യവസ്ഥ തന്നെയാണ്. ഇവിടെ പുറത്തിയാടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഐക്യമുണ്ടാവും. ആ ഒരു സിസ്റ്റം അവസാനിപ്പിക്കാതിരിക്കുന്നുണ്ടാവില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയത് അധികാരനാണ്. ഈ അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞ ഹിന്ദു ഐക്യം, വിശാലമായ ഹിന്ദു ഐക്യം ഈ പറയുന്ന ഹിന്ദു സംഘടനകളെല്ലാം ജയരാജ് പറഞ്ഞതിനനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ പണം കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഒരുക്കിയെടുക്കാം, ആ സ്വർണം ഒരുക്കിയെടുക്കാം. അപ്പോൾ ചാതുർവർണ്ണ വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് പിണറായി സർക്കാർ സ്വർണം ഒരുക്കിയത് എന്ന് ഡോക്ടർ ബി ജയരാജ് പറയാതെ പറയുകയാണ്. നീലിമ അങ്ങനെ ചെറുതെ പൂർത്തിയാക്കേണ്ടതുണ്ട്. 1999 സ്വർണം പൂശിയെങ്കിൽ 2019 സ്വർണം പൂശിയത് എന്തിന് എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. മാത്രവുമല്ല, ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യുന്ന സമയമാകുമ്പോൾ ദേവസ്വം ബോർഡ് അതുപോലെ ഈ സ്പോൺസർ അടക്കം ഈ വലിയ നെക്സസ് തുറന്നു കാട്ടപ്പെടുകയാണ്. ഹൈക്കോടതിയുടെ ഈ വിധി പകർപ്പ് പുറത്തു വന്ന ഘട്ടത്തിൽ വളരെ കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്.